അടുത്ത ക്ലാസ് സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് പഠിപ്പിക്കാനുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ ട്രാൻസ്പോസ് പഠിപ്പിച്ചായിരുന്നു. ട്രാൻസ്പോസ് കണ്ടിട്ടില്ലാത്തവർ അത് പോയി കണ്ടിട്ട് വേണം വരാം, എന്നാലേ ഈ പഠിപ്പിക്കുന്നത് മനസ്സിലാകത്തുള്ളൂ. സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് ഒരുപാട് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വലിച്ചു നീട്ടി ഞാൻ പറയുന്നില്ല. അതിന് പകരം ഡയറക്റ്റ് സംസാരിക്കാം. ഒരു മെട്രിക്സ് റൈറ്റ്, നിങ്ങൾ അതിന്റെ ട്രാൻസ്പോസ് എടുക്കുക. ട്രാൻസ്പോസ് എടുക്കുമ്പോഴും നിങ്ങൾക്ക് അതേ മെട്രിക്സ് കിട്ടിയാൽ അതിനെ പറയും സിമെട്രിക് മെട്രിക്സ്. അതാണ് സിമെട്രിക്. രണ്ട്, ഒരു മെട്രിക്സ് നിങ്ങൾ അതിന്റെ ട്രാൻസ്പോസ് എടുക്കുക. ട്രാൻസ്പോസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, റോ കോളം ആക്കുക, കോളം റോ ആക്കുന്ന പരിപാടി. എന്നിട്ട് അപ്പോഴും നിങ്ങൾക്ക് ആ സെയിം മെട്രിക്സ് കിട്ടത്തില്ല. പക്ഷെ അതിൽ നിന്നൊരു നെഗറ്റീവ് പുറത്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ മെട്രിക്സ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ പറയും സ്ക്യൂ സിമെട്രിക്. മനസ്സിലാവണമെന്നില്ല. എക്സാമ്പിൾ തരുന്നു. രണ്ട് മെട്രിക്സുകൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് എ എന്ന് പറഞ്ഞ മെട്രിക്സ്, രണ്ട് ബി എന്ന് പറഞ്ഞ മെട്രിക്സ്. എ എന്ന് പറയുന്ന മെട്രിക്സ് ഇതാണ് എ. ഞാൻ ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കാൻ പോവാം. അപ്പൊ നമ്മൾ എ ഡാഷ് എന്നല്ലേ വിളിക്കാം. എ ട്രാൻസ്പോസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ പറയാം? റോ കോളമാക്കി മാറ്റണം. സോ √3 2 3 ആണ് ഇങ്ങനെ കിടക്കുന്നത്. താഴോട്ട് എഴുതുമ്പോൾ എന്ത് പറ്റും? √3 2 3 റൈറ്റ്. ഈ വരുന്ന സ്ഥാനത്ത് വരുമ്പോഴോ 2 -1.5 -1. അടുത്തത് 3 -1. ഇതാണ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി, ഇത് രണ്ടും കമ്പയർ ചെയ്തേ. രണ്ടും ഒന്ന് തന്നെയല്ലേ? ആ നോക്കി, √3 2 3 2 -1.5 -1 3 -1 1. കണ്ടോ? ഇപ്പൊ എന്താ സംഭവിച്ചേ? എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തന്നെ കിട്ടി? എ എന്ന് തന്നെ കിട്ടി. ഇങ്ങനെ കിട്ടുവാണെങ്കിൽ അങ്ങനെയുള്ള മെട്രിക്സുകളെ വിളിക്കുന്ന പേരാണ് സിമെട്രിക് മെട്രിക്സ്. അതായത് ഒരു മെട്രിക്സ് അതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോഴും അതേ മെട്രിക്സ് കിട്ടിയാൽ അതിനെ പറയുന്നത് സിമെട്രിക് മെട്രിക്സ്. എളുപ്പമല്ലേ? ഇനി രണ്ടാമത്തത് സ്ക്യൂ സിമെട്രിക്. SKEW സ്ക്യൂ സിമെട്രിക്. അതെന്താണെന്ന് പറയാൻ പോകും. അതിന് നമുക്ക് ബി എന്ന് പറഞ്ഞൊരു മെട്രിക്സ് എക്സാമ്പിൾ ഉണ്ട്. ഈ മെട്രിക്സ് ഉണ്ടോ? ഞാൻ ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കാൻ പോകും. സോ ബി ട്രാൻസ്പോസ്. again നമുക്കറിയാം റോ കോളമാക്കുന്ന പരിപാടിയാണ്. ഞാൻ എടുക്കുന്നു 0. ഇത് താഴോട്ട് എഴുതുവാണ് -3 -5 3 0 -9 5 9 0. ഇതാണ് ട്രാൻസ്പോസ് അല്ലേ? പക്ഷെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കി, രണ്ടും സെയിം ആണോ? അല്ല. ഇനി എന്താ ചെയ്യാൻ പോകുന്നറിയാവോ? ഇപ്പോ ഇത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ ആക്ച്വലി ഇവിടെ -3 ആണ്, പക്ഷെ ഇവിടെ 3 ആണ്. ഇവിടെ +3 ആണ്, പക്ഷെ ഇവിടെ -3 ആണ്. അപ്പൊ ഞാൻ എന്താ അറിയാം, ഇതിനകത്തൊരു മൈനസ് ഇനി പുറത്തെടുക്കും. മൈനസ് അങ്ങനെ പുറത്തെടുത്തു കഴിഞ്ഞാൽ, ഞാനിപ്പോ മൈനസ് ഇവിടുന്ന് തന്നെ എടുക്കാറുണ്ട്. ആ മൊത്തത്തിൽ ഒരു മൈനസ് ഞാൻ പുറത്തെടുത്താൽ മൈനസ് ആയതെല്ലാം പ്ലസ് ആവും, പ്ലസ് ആയിരുന്നതെല്ലാം എന്താവും? മൈനസ്. കണ്ടോ? ഇപ്പൊ എന്താ സംഭവിച്ചേ? ഇത് രണ്ട് സെയിം ആയില്ലേ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ബി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ, ഞാൻ ഇങ്ങോട്ട് ബി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു -b വന്നാൽ, അതായത് ഒരു മെട്രിക്സ് അതിന്റെ ട്രാൻസ്പോസിൽ നിന്നും നെഗറ്റീവ് പുറത്തെടുക്കുമ്പോഴാണ് ആ മെട്രിക്സ് ഈക്വൽ ആവുന്നതെങ്കിൽ അങ്ങനെയുള്ള മെട്രിക്സ് നമ്മൾ എന്ത് പറയും? സ്ക്യൂ സിമെട്രിക്. അത് നോക്കി, ബി എന്ന് പറയുന്ന മെട്രിക്സ് അതിന്റെ ട്രാൻസ്പോസ് എടുത്തതിന് ശേഷം നമ്മൾ അതിനകത്ത് ഒരു നെഗറ്റീവ് പുറത്തെടുത്ത് കഴിഞ്ഞപ്പോൾ ഈ രണ്ട് സെയിം ആയിട്ട് വന്നു. ഇത് രണ്ടും ബി തന്നെയല്ലേ? നെഗറ്റീവ് മാത്രം പുറത്തു വന്നു. ഇതിനെയാണ് എന്ത് പറയാ? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. സോ അതാണ് സിമെട്രിക് മെട്രിക്സും സ്ക്യൂ സിമെട്രിക് മെട്രിക്സും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായിട്ടുണ്ടാവും. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത്, ഒരു മെട്രിക്സ് തന്നാൽ അതിനെ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു സിമെട്രിക് മെട്രിക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതുപോലെ തന്നെ ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഞാൻ റാൻഡം ആയിട്ട് നമ്മൾ എപ്പോഴും സാധാരണ ഉപയോഗിക്കുന്ന 2x2 മെട്രിക്സ് ചെറിയ ഒരെണ്ണം എടുക്കാം. 1 2 3 ഇത് ഏറ്റവും എളുപ്പമുള്ള മെട്രിക്സ് ആണ്. ഓക്കെ, ഞാൻ ഇതിനെ എ എന്ന് വിളിച്ചെന്ന് വിചാരിച്ചു. ഇതെന്തായാലും സിമെട്രിക് അല്ല. കാര്യം എന്താ? ഇതിന്റെ റോയും കോളം ചേഞ്ച് ചെയ്യുമ്പോൾ ഒരിക്കലും സെയിം ആയിട്ട് വരത്തില്ല, റൈറ്റ്? പക്ഷെ ഇത് വെച്ചുകൊണ്ട് നമുക്കൊരു സിമെട്രിക് മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർ പറയാം, നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾക്ക് തരുന്ന മെട്രിക്സ് ഉണ്ടല്ലോ എ, അതെടുക്കുക. ആ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുക, എ ട്രാൻസ്പോസ്. എന്നിട്ട് നിങ്ങൾ രണ്ടും കൂടെ കൂട്ടുക. അങ്ങനെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു മെട്രിക്സ് കിട്ടത്തില്ലേ? ആ മെട്രിക്സിനെ നിങ്ങൾ പി എന്ന് വിളിച്ചാൽ ഈ പി എന്ന് പറയുന്ന മെട്രിക്സ് സിമെട്രിക് ആയിരിക്കും എന്നാ പറയുന്നത്. ശരിയാണോ അല്ലയോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഇത് എ ആണല്ലോ. അടുത്ത ഞാൻ എ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ എന്ത് വരും നമുക്കറിയാം അല്ലെ? എന്താ വരിക? റോ കോളമായി മാറും. സോ ഈ റോ കോളമാക്കുന്നു. സോ 1 2. ഈ റോ കോളമാക്കുന്നു. സോ എന്താ വരിക? 3 4. റൈറ്റ്. എന്നിട്ട് രണ്ടുകൂടെ പ്ലസ് ചെയ്യാനാണ് പറയുന്നത്. രണ്ടുകൂടെ പ്ലസ് ചെയ്യാൻ പ്ലസ് ചെയ്യുമ്പോൾ എന്താ പറ്റുക?
നോക്കി ഇപ്പൊ രണ്ടുകൂടെ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പം എയും എ ട്രാൻസ്പോസ് രണ്ടുകൂടെ പ്ലസ് ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് നമ്മൾ എന്താണ് വിളിച്ചിരിക്കുന്നത്? പി എന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ പി എന്ന് പറയുന്നത് എന്താണെന്ന് പറയാമോ? പി എന്താണെന്ന് ചോദിച്ചാൽ നോക്കി ഒന്ന് പ്ലസ് ചെയ്യുമ്പോൾ 1 + 1 2 2 + 3 5 3 + 2 5 4 + 4 8. ഇത് സിമെട്രിക് ആയിരിക്കും. ആണോ ചെക്ക് ചെയ്യാം. ഇപ്പൊ പി എന്ന് പറയുന്ന മെട്രിക്സ് അല്ലേ സിമെട്രിക് നമ്മൾ പറയുന്നത്. അപ്പൊ അതിന്റെ ട്രാൻസ്പോസ് ഒന്ന് എടുത്ത് നോക്കിയേ. അപ്പൊ പിയുടെ ട്രാൻസ്പോസ് എന്താണ്? പിയുടെ ട്രാൻസ്പോസ് എന്ന് വെച്ചാൽ റോ കോളം ആകും, കോളം റോ ആകും. റോ കോളം ആകും. അപ്പൊ എന്താ 2 5 5 8 കണ്ടോ? അപ്പൊ എന്താ പറ്റി? ഇത് രണ്ട് സെയിം ആയില്ല. അതായത് പി ഈസ് ഈക്വൽ ടു പി ട്രാൻസ്പോസ് ഒന്നില്ല. അപ്പൊ ഇതെന്താണ്? സിമെട്രിക് ആണ്. ഐഡിയ മനസ്സിലായി? ഇത് എങ്ങനെയാണ് ഒരു മെട്രിക്സ് എന്നാൽ നമ്മൾ എന്ത് ചെയ്യാം? സിമെട്രിക് മെട്രിക്സ് ആക്കി മാറ്റാം. സിമിലർലി ഒരു മെട്രിക്സ് എന്നാൽ സ്ക്യൂ എങ്ങനെ ആക്കി മാറ്റാം? സ്ക്യൂ സിമെട്രിക് എങ്ങനെ ആക്കി മാറ്റാം? അതാണ് ഈ സംസാരിക്കാൻ പോകുന്നത്. അവർ പറയുന്നറിയാമോ? തന്നിരിക്കുന്ന ഒരു മെട്രിക്സ് എടുക്കാം. സെയിം ഞാൻ ഇതേ മെട്രിക്സ് തന്നെ എടുക്കാം. എ അതിന് ട്രാൻസ്പോസ് എടുക്കും, അതിന് ഡിഫറൻസ് എടുക്കാം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അപ്പോൾ ഒരു മെട്രിക്സ് കിട്ടുമല്ലോ. ഞാൻ ക്യൂ എന്ന് വിളിക്കുന്നു, മനസ്സിലാക്കാൻ വേണ്ടി ക്യൂ എന്ന് വിളിക്കുന്നു. ഉറപ്പായിട്ടും ഈ പറഞ്ഞ മെട്രിക്സ് എന്തായിരിക്കും? സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. റൈറ്റ്? നമുക്ക് ചെക്ക് ചെയ്യാം. അതാണ്ട് ഇതേ സംഭവം തന്നെയല്ലേ. അപ്പൊ ഞാൻ ഇത് മൈനസ് ആക്കിയാൽ മതിയല്ലോ. അപ്പൊ എന്തായി മാറും? ക്യൂ ആവും. എ മൈനസ് എ ട്രാൻസ്പോസ്. അപ്പൊ ക്യൂ എന്താന്ന് വെച്ചാൽ നമുക്കൊന്ന് മൈനസ് ചെയ്യാം. എന്താ സംഭവിക്കാൻ നോക്കി? 1 - 1 എത്ര? 0. 2 - 3 എത്ര? -1. 3 - 2 1. 4 - 4 0. ഇതെന്തായിരിക്കും അവർ പറയുന്നത്? ഇത് സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യാം? നമ്മളൊരു ട്രാൻസ്പോസ് ചെയ്യും. ക്യൂവിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്ത് വെച്ചും? റോ കോളമായി മാറും. സോ 0 - 1 1 0. ഇപ്പൊ എന്താ സംഭവിച്ചത്? ഇത് രണ്ട് സെയിം ആയോ? ഇല്ല. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം? ഇതിനകത്ത് ഒരു മൈനസ് പുറത്തെടുക്കണം. ഞാൻ എന്താണ് ഇതിന് ഇപ്പുറത്തോട്ടെടുക്കാമേ. ഒരു മൈനസ് പുറത്തെടുക്കും. മൈനസ് പുറത്തെടുക്കുമ്പോൾ ഇത് 0 തന്നെയാണ്. അതിപ്പം പ്ലസിനകത്തും അതിന് മൈനസ് ആയാലും 0 ആകുമ്പോൾ 0 തന്നെയായിരിക്കും. റൈറ്റ്? 1ൽ നിന്ന് എടുക്കുമ്പോൾ എന്താ പറ്റും? ഇതങ്ങ് -1 ആവും. കാര്യം ഇത് +1 ആയിരുന്നല്ലോ. മൈനസ് പുറത്തെടുക്കുമ്പോൾ -1 ആവും. സോ -1 എന്തായി മാറും? +1 ആയി മാറും. 0 തന്നെയായിരിക്കും. അപ്പൊ എന്താ സംഭവിച്ചത് നോക്കി? രണ്ടുകൂടെ കമ്പയർ ചെയ്ത് ഇത് തന്നെയല്ലേ ഈ കിടക്കുന്നത്. അപ്പൊ എന്താ സംഭവിച്ചത്? Q ട്രാൻസ്പോസ് is equal to -2. കറക്റ്റ് അല്ലേ? Q ട്രാൻസ്പോസ് -2 ആണെങ്കിൽ ഇത് സ്ക്യൂ സിമെട്രിക് ആണ്. ഇതാണ് സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും. വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്, നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇതുമായി ബന്ധപ്പെട്ട എക്സാമിന് ചോദിക്കുന്നത് ഒരു മെട്രിക്സ് എന്നിട്ട് പറയും ഷോ ദാറ്റ് അത് സിമെട്രിക്കിന്റെയും സ്ക്യൂ സിമെട്രിക്കിന്റെ സമ്മാണ്. അതൊരു പ്രോപ്പർട്ടിയാണ്. അതാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. ആദ്യം ഇതൊന്ന് നോട്ട് ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഒരു തിയറമാണ് ഇനി പറയാൻ പോകുന്നത് സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കുമായിട്ട്. നിങ്ങളുടെ ബോർഡിൽ കിടക്കുന്നുണ്ടോ? അതായത് ഒരു മെട്രിക്സ് എന്ന് പറയുന്നത് ഇപ്പൊ എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ആണെങ്കിൽ നമ്മൾ അതിനെ സിമെട്രിക്കിന്റെയും സ്ക്യൂ സിമെട്രിക്കിന്റെയും സമ്മായിട്ട്, പകുതി സിമെട്രിക്കും അതിന്റെ അടുത്ത പകുതി സ്ക്യൂ സിമെട്രിക്കുമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും എന്നാണ് പറയുന്നത്. അതവരെ തിയറം ഇങ്ങനെയാണ് പറയുന്നത്: എനി സ്ക്വയർ മെട്രിക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഏതൊരു മെട്രിക്സിനെയും, ഏതൊരു സ്ക്വയർ മെട്രിക്സിനെയും, അതാണ് ഏറ്റവും പ്രധാനം, ഏതൊരു സ്ക്വയർ മെട്രിക്സിനെ നിങ്ങൾക്ക് സിമെട്രിക്കിന്റെയും സ്ക്യൂ സിമെട്രിക്കിന്റെയും സമ്മായിട്ട് എഴുതാൻ പറ്റും. ഇത് ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ വ്യക്തമാവണമെന്നില്ല. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമാവണമെന്നില്ല. കാര്യം എന്താ? ചെയ്തു നോക്കാതെ പറയാൻ പറ്റില്ല. പക്ഷെ സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും എന്താ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇനി ഈ പറയുന്നതും നല്ലപോലെ മനസ്സിലാകണം. അതായത് ഒരു മെട്രിക്സ് തന്നാൽ, ഒരു സ്ക്വയർ മെട്രിക്സ് തന്നാൽ നിങ്ങൾക്ക് അതിനെ സിമെട്രിക്കിന്റെയും സ്ക്യൂ സിമെട്രിക്കിന്റെയും സമ്മായിട്ട് എഴുതാൻ പറ്റും. മറക്കരുത്. അത് എഴുതുന്ന രീതി ഇങ്ങനെയാണ്. ഇപ്പൊ നമുക്കറിയാം A + A ട്രാൻസ്പോസ് വെച്ചാൽ ഉറപ്പായിട്ട് അത് ചെയ്യുമ്പോൾ കിട്ടുന്നത് സിമെട്രിക് ആയിരിക്കും, അല്ലെ? A - A ട്രാൻസ്പോസ് വെച്ചാൽ ഉറപ്പായിട്ട് അത് ചെയ്യുമ്പോൾ കിട്ടുന്നത് സ്ക്യൂ സിമെട്രിക്കും ആയിരിക്കും. അപ്പോ ഒരു മെട്രിക്സിനെ പകുതി സിമെട്രിക്കും ബാക്കി പകുതി സ്ക്യൂ സിമെട്രിക്കും ആയിട്ട് വിളിക്കാം. ഞാനിപ്പോ അതാണ്ട് ഇത് മൊത്തത്തിൽ അങ്ങ് P എന്ന് വിളിക്കുകയാണെങ്കിൽ, ഇത് മൊത്തത്തിൽ ഞാൻ Q എന്ന് വിളിക്കുകയാണെങ്കിൽ, പിയുടെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഇത് തന്നെ കിട്ടിയാൽ ഇത് സിമെട്രിക്. Q ഇതിന്റെ ട്രാൻസ്പോസ് എടുത്തിട്ട് ഒരു നെഗറ്റീവ് പുറത്തെടുക്കുമ്പോൾ ഇത് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ ഉറപ്പായിട്ടും എന്താണ്? സ്ക്യൂ സിമെട്രിക്. അപ്പോൾ A = P + Q എന്നുള്ള ഫ്രെയിമിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. ഇത് സോൾവ് ചെയ്യുന്നത് എങ്ങനെ? ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. ക്വസ്റ്റൻ ഇങ്ങനെയാണ്: എക്സ്പ്രസ് A = 3/3 മെട്രിക്സ് ആണ്, അല്ലെ? അതിനെ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക്, അതായത് ഈ ഫ്രെയിമിൽ കാണിക്കുക എന്നാ പറയും. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ഒരു സംഭവത്തെ നമ്മൾ P ആയിട്ടും ഇത് മൊത്തത്തിൽ ഞാൻ Q ആയിട്ട് വിളിക്കുകയാണെങ്കിൽ A = P + Q, അതായത് P യും Q ഇത് രണ്ടും കൂടെ നമ്മൾ സം ചെയ്യുമ്പോൾ A തന്നെ കിട്ടിയാൽ നമുക്ക് ഉറപ്പിച്ച് പറയാം എന്താണ്?
ഇത് സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക്. അതാണ് ഷോ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, റൈറ്റ്? അതിന് ഞാൻ ആദ്യം പി കണ്ടുപിടിക്കണം. പി എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് ആണ്. ക്യൂ കണ്ടുപിടിക്കണം. അത് വെരിഫൈ ചെയ്യണം ആദ്യം. ഇത് സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും ആണ് വെരിഫൈ ചെയ്തിട്ട് അത് സം ചെയ്യുമ്പോൾ മെട്രിക്സ് തന്നെ ഇരിക്കണം, റൈറ്റ്? ഇതാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം എ തന്നിട്ടുണ്ടല്ലോ. ആദ്യത്തെ ജോലി എന്താണ്? നമ്മൾ ഉടനെ എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കും. സോ എ ട്രാൻസ്പോസ് എന്താണെന്ന് ചോദിച്ചാൽ എളുപ്പമുള്ള പണിയല്ലേ? റോ കോളമാക്കുക. സോ 2 -2 -4 -1 3 4 1 -2 -3. ഇതാണ് എ ട്രാൻസ്പോസ്, റൈറ്റ്? എന്നിട്ട് നമ്മൾ ഇത് രണ്ടും കൂടെ സം ചെയ്തെടുക്കണം. ഞാൻ ചെയ്യുന്ന രീതി നോക്കണം. അപ്പൊ പി എന്ന് പറയുന്നത് വിളിക്കുകയാണ്. പി എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ്. വെരിഫൈ ആണ് അല്ലെ? ആദ്യം ഇത് എഴുതി വെക്കാം. ആദ്യം സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. സോ ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു മെട്രിക്സ് കിട്ടും. ആ കിട്ടുന്ന മെട്രിക്സും ഇതിന്റെ ട്രാൻസ്പോസും എടുത്തു. പി ട്രാൻസ്പോസ് രണ്ടും സെയിം ആയിട്ട് വന്നാൽ ഈ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന സിമെട്രിക് ആണെന്ന് പറയും, റൈറ്റ്? അപ്പോൾ നമ്മൾ സം ചെയ്യാൻ പോവാണ്. ഹാഫ് ഇൻറ്റു വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. രണ്ട് മെട്രിക്സ് കൂടെ സം ചെയ്യാനാണ് പറയുന്നതാണ്. ഇത് നമ്മൾ ഞാൻ സം ചെയ്യുന്നു. എ പ്ലസ് എ ട്രാൻസ്പോസ് അല്ലേ? 2 + 2 എത്രയാണ്? 4 ആണ്. -2 പ്ലസ് -1 -2 പ്ലസ് 1 അല്ലെ? സോ ഓർക്കേണ്ടത് വെച്ചാൽ -2 പ്ലസ് -1 പ്ലസ് ഓഫ് മൈനസ് എന്ത് തന്നെ? മൈനസ് തന്നെ. സോ -2 -1 എത്ര വരിക? -3. അടുത്തെന്താണ്? -4 പ്ലസ് 1. -4 പ്ലസ് 1 എന്ന് പറയുമ്പോഴത്തേക്ക് വരും വലിയ സൈൻ എന്ന് പറയുന്നത് മൈനസ് ആണ്. ഈ +1 കുറയ്ക്കുമ്പോൾ -3 വരും. സോ -3. അടുത്തത് -1 -2 പ്ലസ് ഓഫ് മൈനസ് മൈനസ് തന്നെയാണ്. സോ ഒരേ സൈൻ എന്നാൽ ആഡ് ചെയ്യണം, റൈറ്റ്? എന്താ വരിക? -3 എന്ന് പറഞ്ഞു. അടുത്തത് 3 + 3 എത്ര? 6 എന്ന് പറഞ്ഞു. അടുത്തതാണ് 4 - 2. 4 - 2 എന്താണ്? 2 ആണ്. അടുത്തത് 1 - 4. 1 - 4. 1 - 4 എന്ന് പറയുമ്പോൾ എത്ര വരും? -3 എന്ന് പറഞ്ഞു. അടുത്തത് -2 + 4. പ്ലസ് ആണ് ചെയ്യുന്നത്, ഓർമ്മ കേട്ടോ. -2 + 4. വലുതിന്റെ സൈഡ് 4 തന്നെയാണ്. സോ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 2 എന്ന് പറഞ്ഞു വരും. അടുത്തെന്താണ്? -3 മൈനസ്, ഓർത്തോണം, ശ്രദ്ധിക്കണം. -3 മൈനസ് ഓഫ് മൈനസ് എന്നാണ്. സോറി, പ്ലസ് ആണ് അല്ലെ? -3 പ്ലസ് -3 ആണ്. പ്ലസ് ഓഫ് മൈനസ് മൈനസ്. സോ -3 -3 എത്ര വരും? -6 എന്നാണ്. അപ്പൊ ഇതാണ് എന്ത്? പി എന്ന് പറയുന്ന മെട്രിക്സ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ ട്രാൻസ്പോസ് എടുത്ത് ഇത് തന്നെ കിട്ടുകയാണെങ്കിൽ നമുക്ക് സിമെട്രിക് എന്ന് പറയാം, അല്ലെങ്കിൽ സ്ക്യൂ സിമെട്രിക് എന്ന് പറയാം. അടുത്ത ഓപ്പൺ ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട്. അതായത് ഈ 1/2 വെച്ച് കാര്യം സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമല്ലോ. നമ്മളിത് മൾട്ടിപ്ലൈ എന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ കൂടെ ചെയ്ത് പോകാം. അങ്ങനെ മൾട്ടിപ്ലൈ ആണെങ്കിൽ എന്താ സംഭവിക്കാം? 1/2 ഇവിടെ മൾട്ടിപ്ലൈ അകത്തോട്ട് പോകാം. അകത്തോട്ട് പോകുമ്പോൾ 4/2 2 -3/2 -3/2 -3/2 2 സോറി 3 കാര്യം 6/2 3 അല്ലേ? അടുത്ത 2/2 1 -3/2 1 കാര്യം 2/2 അല്ലേ? അടുത്തതാണ് -6/2 മൈനസ്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? പി എന്ന് പറയുന്ന സംഭവം കിട്ടി. അടുത്ത എന്ത് ചെയ്യണം? ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഇത് തന്നെ കിട്ടിയാൽ സിമെട്രിക്, അല്ലെങ്കിൽ അല്ല, റൈറ്റ്? സോ നമുക്ക് പി ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്താ സംഭവിക്കാം? റോ കോളമാക്കി മാറ്റാൻ പോവാണ് അല്ലെ? അപ്പൊ എന്താ വെച്ചാ 2 ഈ റോ ഞാൻ കോളമാക്കുന്നു. -3/2 -3/2 -3/2 3 1 -3/2 1 -3. ചെക്ക് ചെയ്തേ, രണ്ട് സെയിം തന്നെയാണോ നോക്കി. അതായത് 2 -3/2 -3/2 -3/2 3 1 -3/2 1 -3. കറക്റ്റ് ആയിട്ട് വന്നില്ലേ? അപ്പൊ എന്താ സംഭവിച്ചേ? അതായത് നമുക്ക് പറയാം P = P ട്രാൻസ്പോസ്. നമ്മൾ ഇത്രയും ചെയ്ത് ഇവിടം വരെ എത്തിയതിനു ശേഷം അടുത്ത സ്റ്റെപ്പ് എഴുതേണ്ടത് thus P = P ട്രാൻസ്പോസ്. P = 1/2 × A + A ട്രാൻസ്പോസ് is a symmetric matrix. ഇതുപോലെ നമ്മൾ എന്തും പ്രൂവ് ചെയ്യണം. ഈ പറഞ്ഞ പോലെ Q ന്റെ പോർഷനും കൂടെ A- വെച്ച് പ്രൂവ് ചെയ്യാൻ പോകണം. അപ്പൊ ആദ്യം ഇത് നോട്ട് ചെയ്യുക, എന്നിട്ട് രണ്ടാമത്തെ പറയാം. Q ആണ് അടുത്ത കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം A- A ട്രാൻസ്പോസ് ആയിരിക്കും. P എന്ന് പറയുന്നത് ഇവിടെ തന്നെ കിടക്കട്ടെ. നമുക്ക് Q കൂടെ സോൾവ് ചെയ്തെടുക്കാം. സോ A- A ട്രാൻസ്പോസ് 1/2, റൈറ്റ്? സോ A- A ട്രാൻസ്പോസ് പറയുമ്പോൾ സബ്ട്രാക്ട് ചെയ്ത് വേണം ചെയ്തു പോവാൻ. 2 - 2 എത്രയാണ്? 0 ആണ്. -2 -
-1. മൈനസ് ഓഫ് മൈനസ് പ്ലസ് അല്ലേ? സോ മൈനസ് ഓഫ്, അപ്പൊ -2 + 1. -2 + 1 എത്രയാണ്? -1. -4 -1 അപ്പൊ എത്ര വരിക? -5. മൈനസ് കിടപ്പുണ്ടെന്നുള്ള ഓർമ്മ വേണം. അടുത്തത് -1 മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയി. സോ -1 + 2 എത്ര വരും? 1 എന്ന് പറഞ്ഞു. അടുത്തത് 3 - 3 എത്ര? 0 വരും. അടുത്തത് 4 മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആണ്. സോ 4 + 2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 6 എന്ന് പറഞ്ഞു. അടുത്തത് 1 മൈനസ് ഓഫ് മൈനസ്, അപ്പൊ 1 മൈനസ് എന്ന് പറയുമ്പോഴത്തേക്ക് മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. സോ 1 + 4 എന്ന് പറയുന്നത് നമുക്ക് എന്ത് വരും? 5 എന്ന് പറഞ്ഞു തരും. -2 - 4, -2 - 4 എത്രയാണ്? -6 ആണ്. അടുത്ത് -3 മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആണ്. സോ -3 + 3 എത്ര? 0 എന്ന് പറഞ്ഞു. അപ്പോ Q കിട്ടി. നമ്മൾ ഓപ്പൺ ചെയ്യാൻ കൂടെ ചെയ്യുന്നു. അപ്പൊ ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ 1/2 വെച്ച് ഓപ്പൺ ചെയ്യും. ഇത് 0 തന്നെയാണ്. ഇത് -1/2 ആണ്. അടുത്തത് എന്താണ്? -5/2 വരും. 1/2 0. 6/2 എത്രയാണ്? 3 ആണ്. 5/2 എന്ന് വരും. -6/2 എന്ന് വെച്ചാൽ -3 ആണ്. 0/2. Q ട്രാൻസ്പോസ് എന്താണെന്ന് ചോദിച്ചാൽ 0 താഴോട്ടാണ് എഴുതുന്നത് അല്ലെ? -1/2 5/2 1/2 0 3 5/2 -3 0. കഴിഞ്ഞില്ല. കാര്യം എന്താ? നമുക്ക് ആ മെട്രിക്സ് കിട്ടിയിട്ടില്ല. രണ്ട് സെയിം ആണോ? അല്ല. ഇനി അതിനകത്തൊരു മൈനസ് പുറത്തെടുക്കണം. അങ്ങനെ ഞാൻ മൈനസ് പുറത്തെടുക്കുന്ന സ്റ്റെപ്പ് കൂടെ കാണിക്കുന്നു. സോ ഇതിനകത്ത് ഞാൻ മൊത്തത്തിൽ മൈനസ് പുറത്തെടുക്കുകയാണെങ്കിൽ ഈ മൈനസ് സൈൻ എല്ലാം പ്ലസ് ആവും അല്ലേ? ഇതെല്ലാം മൈനസ് ആവും. സെയിം ആയിട്ട് വന്നില്ലേ? റൈറ്റ്. ഇത് സോറി, ഇത് ഓൾറെഡി മൈനസ് ആയിരുന്നല്ലോ അല്ലേ? അപ്പൊ അത് പ്ലസ് ആവും. റൈറ്റ്. മൈനസ് സൈൻ എല്ലാം പ്ലസ് ആയി. ബാക്കി നോക്കി ഒരേപോലെ ആയി നോക്കി. 0 -1/2 -5/2 1/2 0 3 5/2 -3 0. അപ്പൊ എന്താണ് ഈ Q എന്ന് പറയുന്നത്? എന്തായി മനസ്സിലായി? അപ്പം നമുക്ക് എങ്ങനെ പറയാം? വിച്ച് ഇസ് ഈക്വൽ ടു -Q എന്ന് വിളിക്കാം അല്ലെ? അപ്പൊ ചുരുക്കി പറയാൻ എന്താ പറയാം? Q ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു -Q ആണ് എന്ന് പറയാം. അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദസ് half into Q is equal to half into A minus A transpose is a skew symmetric matrix. അങ്ങനെ ആ രണ്ട് സംഭവം. ഇത് സിമെട്രിക് ആണെന്ന് കാണിച്ചു, ഇത് സ്ക്യൂ സിമെട്രിക് ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. അവസാനം എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ എടുത്ത് വെച്ച് എഴുതണം. അങ്ങനെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഫൈനൽ ആൻസർ ആവും. സോ അവസാനത്തെ സ്റ്റെപ്പ് പറയാൻ പോകണം. കേട്ടോണ്ടിരിക്കാം. യെസ്, അവസാനം നമ്മൾ എഴുതി എഴുതാണ്. എന്താണ്? അപ്പോ ഷോദരാണ്. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എഴുതി തുടങ്ങും. LHS = P + Q. ഇത് ചെയ്യുമ്പോൾ എന്ത് തന്നെ കിട്ടണം? ഈ പറയുന്ന A തന്നെ കിട്ടണം. സോ P + Q ഞാൻ എഴുതുകയാണ്. P എന്ന് പറയാൻ നമുക്ക് എന്താ അറിയാം? ആ തന്നിരിക്കുന്ന സംഭവം 2 -3/2 -3/2 -3/2 3 1 -3/2 1 -3 plus Q 0 -1/2 ഞാൻ ഇവിടെ തന്നിരിക്കുന്ന എടുത്ത് എഴുതാണ് കേട്ടോ. -5/2 1/2 0 3 5/2 -3 0. സോ നമ്മൾ ഓരോന്നായിട്ട് ചെയ്യുന്നു. ഉറപ്പായിട്ടും ചെയ്യുമ്പോൾ എന്തേ കിട്ടത്തുള്ളൂ? നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ആയ A എന്ന് പറയുന്ന മെട്രിക്സ് മാത്രമേ കിട്ടത്തുള്ളൂ. സോ 2 + 0 2 -3/2. അപ്പൊ എന്താ നോക്കി ഇത് ശ്രദ്ധിച്ചോണം. ഞാൻ ഫ്രാക്ഷൻ ആയിട്ട് കിടന്നു. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് തന്നെ ചെയ്യാൻ അറിയാം. എങ്കിലും ഞാനത് പറഞ്ഞുതരാം. -3/2 പ്ലസ് -1/2 അല്ലെ? പ്ലസ് ഇവിടെ കിടപ്പുണ്ട്, അവിടെ ഒരു മൈനസ് കിടപ്പുണ്ട്. ശ്രദ്ധിച്ചോണം. അപ്പൊ പ്ലസ് ഓഫ് മൈനസ് എന്ന് പറയുന്നത് നമുക്ക് എന്താവും? ഇവിടെ മൈനസ് ആവും. റൈറ്റ്. അപ്പൊ എന്താ സംഭവിക്കുക? -3/2 -1/2 തന്നെ. സോ ഡിനോമിനേറ്റർ 2 തന്നെയാണ്. -3 -1 ആണ്. -3 -1 എന്താണ്? -4 ആണ്. -4/2 എത്രയാണ്? -2. അപ്പോ ഈ ഒരു ഫ്രെയിമിന് ബാക്കി ചെയ്തു പോകണം. ഉറപ്പായിട്ടും ബാക്കിയുള്ളത് ചെയ്യാൻ പറ്റും. -3/2 -5/2 നിങ്ങൾക്ക് സോൾവ് ചെയ്യുമ്പോൾ കറക്റ്റ് ഓർഡർ ചെയ്യാം. സോൾവ് ചെയ്ത് കിട്ടിയാൽ മതി. ആ പഴയ ആൻസർ തന്നെ കിട്ടും. എത്ര വരാ? ഇത് -4 വരും, ഇത് -1 വരും, 3 വരും. പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഓൾറെഡി നമ്മൾ അഡീഷൻ ഒക്കെ പഠിപ്പിച്ചതാണ്. പിന്നെ അത് വീണ്ടും വീണ്ടും പറഞ്ഞു തരേണ്ട കാര്യമില്ല. റൈറ്റ്. 3 4 1 -2
minus 3. So, answer. ഇതെന്ത് തന്നെയാണ്? It's equal to A. Answer. അപ്പോൾ നമ്മൾ ആ പറഞ്ഞ വെരിഫൈ ചെയ്യും. ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹയർ സെക്കൻഡറിക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസിൽ ഒന്നാണ് ഷോ ദാറ്റ് എന്ന് പറഞ്ഞ ചോദ്യം. സോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുക. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇതുമായി ബന്ധപ്പെട്ട് കുറെ കൂടുതൽ ക്വസ്റ്റൻസ് എക്സസൈസിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് എടുത്ത് വെച്ച് പ്രാക്ടീസ് ചെയ്യാം. റൈറ്റ്? ഇത് ഈ പറഞ്ഞ പോലെ അഡീഷനോ ഈ സംഭവത്തെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഇതിന്റെ പ്രീവിയസ് പാർട്ടുകൾ കയറി കണ്ടിട്ടേ വരാം. അല്ല ഇത് ഒരു കാരണം വെച്ചാൽ ഫോളോ ചെയ്യാൻ പറ്റില്ല. മെട്രിക്സ് വളരെ എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. എപ്പോഴും എടുത്ത് പറയുന്നത് പോലെ ഇതിനകത്ത് പറയുന്നു. നിർബന്ധമായിട്ട് പഴയ വീഡിയോസ് കാണാം. സോ ഹോംവർക്കുകൾ ഞാൻ പറയുന്നു, അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. പേജ് നമ്പർ 89, right? Question number 7. അതിനകത്ത് 2 ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. Question number 8. Then question number 9 and question number 10. ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യും. 7, 8, 9, 10. ഇത് ഇത്രയും ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ചെയ്യാൻ പറ്റുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ലൈവിൽ വരുമ്പോഴൊക്കെ ചോദിക്കാം. തീർച്ചയായിട്ടും അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു ലോജിക് അതേപോലെ അപ്ലൈ ചെയ്ത് ചെയ്തെന്ന് പോയാൽ മതി. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച നല്ലപോലെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഇനി നമ്മൾ പഠിപ്പിക്കേണ്ടത് കുറച്ച് ടഫാണ്. ഈ ഒരു പോർഷനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് പഠിക്കാനുണ്ടെങ്കിൽ അടുത്തതാണ് എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ ആണ്. എലമെന്ററി ട്രാൻസ്ഫോർമേഷന്റെ ഒരു ക്ലാസ് അടുത്ത ദിവസം പഠിപ്പിക്കുന്നതായിരിക്കും. റൈറ്റ്? സോ ഇന്ന് പഠിപ്പിച്ചത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.